നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എങ്ങനെ കൊല്ലും അത് പറ. നാളെയാണ് ആതിര ചാർജ് എടുക്കുന്ന ദിവസം. ചാർജ് എടുത്ത ഉടൻ അവൾ കളവങ്കോട് റവന്യൂ മിനിസ്റ്ററുമായി ഒരു മീറ്റിംഗിൽ പങ്കെടുക്കും. അവിടെ ബോംബ് വയ്ക്കാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തിട്ടുണ്ട്. ബോംബ് കൂട്ടിയാ എല്ലാവരും ചാവില്ലേ? ചാവണം, അത് തന്നെ എന്റെ ഉദ്ദേശം. മിനിസ്റ്റർക്കൊപ്പം അവളും മരിച്ചാൽ കേസ് വഴിമാറിപ്പോവും. ഒരിക്കലും അന്വേഷണം നമ്മളിലേക്ക് എത്തില്ല. കൊലയാളിയുടെ ലക്ഷ്യം മിനിസ്റ്റർ ആയിരുന്നു എന്ന് ലോകം തെറ്റിദ്ധരിക്കും. ഏതെങ്കിലും ഒരു ഭീകര തീവ്രവാദ സംഘടനയുടെ ക്രെഡിറ്റില്ലേ ആ ബോംബ് സ്ഫോടനം മാറും. നാഗവല്ലിയുടെ ബുദ്ധിയപാരം തന്നെ. പക്ഷേ ആ ബോംബ് സ്ഫോടനം കൊണ്ട് ആതിരയെ മാത്രമല്ലേ കൊല്ലാൻ പറ്റൂ? ബാക്കി 4 പേര് എന്ത് ചെയ്യും? അവരും നാളെ കൊല്ലപ്പെടും. അതെങ്ങനെ? അത് സർപ്രൈസ്. ഇന്നൊരു രാത്രി ഇരുട്ടി വെളുത്താ പോരെ? മതി. ശേഷം കാഴ്ച വെള്ളിത്തിരയിൽ. അവള് നമ്മളോട് എന്ത് കാണിച്ചു എന്നത് നമ്മുടെ പ്രശ്നമല്ല. നമ്മൾ എന്ത് വില കൊടുത്തും നാളെ അവിടെ പോകുന്നു. നമ്മൾ ചെന്ന് അവൾക്ക് ഇഷ്ടപ്പെടുവോ ചേച്ചി? ഇഷ്ടപ്പെടാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി അഥവാ അവള് മോന്ത വെറുപ്പിച്ച് കാണിച്ചാലും നമ്മളത് മൈൻഡ് ചെയ്യണ്ട. കളക്ടറേറ്റിൽ ആർക്കും പോവാല്ലോ. എന്തായാലും നമ്മളെടുത്ത ഈ തീരുമാനം 100% ശരിയാ. അവളുടെ മനസ്സിൽ നമ്മളെപ്പറ്റി എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ ചിലപ്പോ ഈ ഒരു കൂടിക്കാഴ്ചയോടുകൂടി അത് തീർന്നെന്ന് വരും. അവളെ ക്ഷണിക്കാതെ തന്നെ അവളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങിന് നമ്മൾ അവളെ കാണാൻ പോവല്ലേ? ചീത്ത പറഞ്ഞ് ഓടിക്കാതിരുന്നാ മതി. ഏയ്, അതിന് സാധ്യത കുറവാ. ഒന്നുമില്ലെങ്കിലും അവളൊരു സബ് കളക്ടർ അല്ലേ. പൊതുസഭയിൽ വെച്ച് അവളുടെ മാന്യത വിട്ട് പെരുമാറില്ല. എന്തൊക്കെ പറഞ്ഞാലും അവൾ നമ്മുടെ കുട്ടിയല്ലേടി.
വലിയ സന്തോഷത്തിലല്ലേ? ഇവിടത്തെ ഒരു ജോലിക്കാരൻ നിലയ്ക്ക് എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ ഒരു മനുഷ്യൻ നിലയ്ക്ക് ഞാൻ ഒട്ടും സന്തോഷവാനല്ല. കാരണം നീ പടുത്തുയർത്തിയതൊക്കെ ആ പാവ സുനീഷിന്റെ അവന്റെ അമ്മയുടെയും കണ്ണീരിന് മുകളിലാണ്. കൊടുങ്കാറ്റൊന്നും വേണ്ട, ചെറിയൊരു കാറ്റ് മതി. എല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞു വീഴാൻ. മനസ്സുകൊണ്ട് ശപിച്ചതല്ല, മനസ്സറിഞ്ഞ് അനുഗ്രഹിച്ചതാ. നിനക്കിത് എന്തിന്റെ അസുഖാടാ ചക്ക? നീ എന്തിനാ ഇവിടെ നിന്ന് മോങ്ങുന്നത്? നിന്റെ ആരെങ്കിലും ചത്തോ? അതിന് ഞാൻ കരഞ്ഞില്ലല്ലോ. പിന്നെ ആരാ? ഞാനാണോ കരഞ്ഞത്? എടാ, മനുഷ്യനായ ആദ്യം ജീവിക്കാൻ പഠിക്ക്. അവളുടെ അത്രയധികം ധനസ്ഥിതി ഒന്നും ഇല്ലെങ്കിലും നീ ഇപ്പൊ അത്ര മോശക്കാരനൊന്നല്ല. 20 കോടിയുടെ ആസ്തി നിനക്കും ഉണ്ട്. അതെങ്ങനെ ഉണ്ടായെന്ന് അമ്മ എന്താ ചിന്തിക്കാത്തെ? അതെന്തിനാടാ ഞാൻ ചിന്തിക്കുന്നത്? ചിന്തിക്കണം. അവളെ വിറ്റ് കിട്ടിയ കാശല്ലേ? അങ്ങനെ വേരുകൾ തേടി പോവാനാണെങ്കില് ആർക്കും ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. എടാ, നിനക്കറിയോ, ഈ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരൻ നിന്റെ അച്ഛൻ വേമ്പനാട്ട് ജയപാലൻ കാശുണ്ടാക്കിയത് എങ്ങനെയാന്ന്? കുടുംബസ്വത്ത് എന്നൊക്കെ ആളുകൾ ചുമ്മാ പറയുന്നതാ. ആനയും ചേനയൊക്കെ ഉണ്ടായിരുന്ന തറവാടാ അത് പണ്ട്. ഉണ്ടായിരുന്നത് മുഴുവൻ അങ്ങേരുടെ തന്ത സത്യപാലൻ കള്ളുടിച്ചും കണ്ടോർക്ക് വാരിക്കൊടുത്തും നശിപ്പിച്ചു. ഒടുക്കം കടം കയറി ഗത്യന്തരമില്ലാതെ നിന്റെ തന്ത നാട് വിട്ടു. കുവൈറ്റിൽ ചെന്ന് അങ്ങേരൊരു അറബിയുടെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ മേസ്ത്രിപ്പണി ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാ കുവൈറ്റിൽ യുദ്ധം വന്നത്. കയ്യിൽ കിട്ടിയതൊക്കെ എടുത്ത് ആളുകൾ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടപ്പോ നിന്റെ തന്ത മാത്രം അവിടെ കടിച്ചു തൂങ്ങി നിന്നു. എന്നെങ്കിലും രക്ഷപ്പെടാൻ കഴിയുമെന്ന സ്വപ്നത്തിൽ ആളുകൾ ഉപേക്ഷിച്ചു പോയ വീടുകൾ തോറും കേറിയിറങ്ങി അങ്ങനെ മോഷണം നടത്തി. ഒടുവില് അഭയാർത്ഥികളെ നാട്ടിലേക്ക് കയറ്റിവിട്ടപ്പോ ജയപാലിനും അതിലൊരാളായി കൂടി. അങ്ങേർക്ക് കുറ്റബോധം തോന്നിയിരുന്നെങ്കിൽ, കയ്യിൽ കിട്ടിയതെല്ലാം അവിടെ ഉപേക്ഷിച്ച് പോന്നിരുന്നെങ്കിൽ അങ്ങേരിപ്പോഴും ഇവിടെ തെക്ക് വടക്ക് തെണ്ടി തിരിഞ്ഞു നടന്നേനെ. അതിനാടാ മനുഷ്യന് ബുദ്ധി ദൈവം തന്നിരിക്കുന്നത്. അതാവശ്യം വന്നാൽ ഉപയോഗിക്കാൻ വേണ്ടിയാ. നമുക്ക് കിട്ടിയ 20 കോടി അവളെ വിറ്റ കാശാണെന്ന് നീ പറഞ്ഞു. സമ്മതിച്ചു, അത് അവളെ വിറ്റ് കിട്ടിയ കാശ് തന്നെയാ. പക്ഷെ അവളെ വിൽക്കാൻ നമ്മൾ മാർക്കറ്റിൽ പോയി ലേലം വിളിച്ചൊന്നുമില്ലല്ലോ. അങ്ങനൊരവസരം നമ്മളെ തേടി ഇങ്ങോട്ട് വന്നതല്ലേ. കാശ് കണ്ടിട്ടല്ലോ, ആ ചെട്ടിയാരുടെ കണ്ണീര് കണ്ടിട്ടല്ലേ നമ്മൾ അവളെ അവർക്ക് വിട്ടുകൊടുത്തത്. എന്നിട്ടും നമ്മൾ അവളെ ഉപേക്ഷിച്ചോ? തോട്ടക്കാരന്റെയും ബാല്യക്കാരുടെയും വേഷം കെട്ടി അവളുടെ സംരക്ഷണത്തിനായി നമ്മൾ അവള് പോയ വഴികളിലൂടെയൊക്കെ പോയില്ലേ? എന്നിട്ട് ഒടുക്കം അവള് നമ്മളോട് എന്താ കാണിച്ചത്? കറിവേപ്പില പോലെ നമ്മളെ ചവച്ചു തുപ്പിയില്ലേ? സ്വപ്നം കാണാനാവാത്തതൊക്കെ കൈപ്പിടിയിൽ വന്നപ്പോ ആ സ്വപ്നത്തിന്റെ മൂലയ്ക്കിൽ ഒരു കാഴ്ചക്കാരായി നിൽക്കാൻ പോലും നമ്മളെ സമ്മതിച്ചോ? ആട്ടിയിറക്കി വിട്ടില്ലേ? ആ അവൾക്ക് വേണ്ടിയാണോടാ നീ കരയുന്നത്? അവൾക്ക് വേണ്ടി കരഞ്ഞ ദൈവം പോലും നിന്നോട് പൊറുക്കില്ലടാ. അവളെ മറക്കണമെന്ന് അമ്മ പറയില്ല, മറക്കരുത്.
നിന്റെ ഉയിരിന്റെ അവസാന തുടുപ്പിലും നീ അവളെ ഓർക്കണം. സ്നേഹിക്കാനല്ല, വെറുക്കാൻ, ശപിക്കാൻ, അവളുടെ സർവനാശത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ.